ഹായ് ഹലോ ഫ്രണ്ട്സ്, കുഴപ്പമൊക്കെ നല്ല മഴയാണല്ലേ. അപ്പം നമുക്ക് ഈ മഴയത്തൊരു തോരൻ വെച്ചാലോ? അപ്പോൾ ഞാൻ ഇന്ന് വെക്കാൻ പോകുന്ന തോരൻ എന്ന് പറയുന്നത് ബസ്ലയാണ് കേട്ടോ. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞങ്ങളുടെ കണ്ണൂർ ഇതിന് നമ്മൾ മൊട്ടച്ചീര എന്നാണ് പറയുന്നത്. കാസർഗോഡ് വന്നപ്പം ഇതിന് ബസ്ല എന്നാണ് പറയുന്നത്. കാസർഗോഡ് ഇവിടെ കൂടുതലായിട്ട് ഈ ബസ്ല എല്ലാവരുടെ വീട്ടിലും കാണും കേട്ടോ. പക്ഷേ കൂടുതലായിട്ട് കാണുന്നത് ഈ ഒരു പച്ച ബസ്ലയാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. നന്നായിട്ട് എല്ലാവരും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ കണ്ണൂർ നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് ഈ ഒരു നീല കളർ ബസ്ലയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാസർഗോഡ് വന്നപ്പം വെള്ളയും ഈ ഒരു നീലയും ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പോഷകങ്ങളുള്ള ഒരു ഇല കറിയാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ നാട്ടിൽ മൊട്ടച്ചീര എന്ന് പറയും, ഇവിടെ വേണം ബസ്ല എന്ന് പറയുന്നത്. കാരണം ഇതിനകത്തേക്ക് മുട്ടയും കൂടെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയാലും മുട്ടയും കൂടെ നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടാണ് ഇത് തോരൻ വെക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരിഞ്ഞ് കഴിയുമ്പോൾ ഒരു വഴുവഴുപ്പുണ്ട്. എല്ലാവർക്കും ഒരു വഴുവഴുപ്പ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് പോയിട്ട് നല്ല രീതിയിൽ നമ്മൾ സാധാരണ ചീരയൊക്കെ വെക്കുന്ന പോലെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പം ഇന്നത്തെ നമ്മളുടെ ഒരു ഉച്ചയ്ക്കുള്ള ചോറിനൊരു നമ്മുടെ വിഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു മുട്ടച്ചീരയാണ്. അപ്പോൾ മുട്ടച്ചീര ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നന്നായിട്ട് കഴുകണം. ഇത് നന്നായിട്ട് കൊണ്ടുപോയിട്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം മഴക്കാലമൊക്കെ അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഇലയിലുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് നമ്മൾ കഴുകി എടുക്കണം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ കണ്ണൂർ മുട്ടച്ചീരയാണ്, കാസർഗോഡ് ഇതിന് ബസ്ല എന്ന് പറയും. ഇതിൻ്റെ നീല ബസ്ല ഇവിടെ നിന്ന് ഒരുപാട് പേര് കൊണ്ടുപോയി എൻ്റെ കയ്യിൽ നിന്ന്. കാരണം ഈ കാസർഗോഡ് നീല അങ്ങനെ കിട്ടാനില്ല എന്നും പറഞ്ഞുകൊണ്ട് പച്ച പിന്നെ ഇവരുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഞാൻ മിക്ക പോയിട്ടുള്ള വീടുകളിലും എല്ലാം നന്നായിട്ട് അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഈ ഒരു മഴയത്ത് നമ്മളിതൊക്കെ നന്നായിട്ട് കഴിക്കണം. അപ്പം നമുക്ക് ഈ ഒരു ബസ്ല ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഇതിനെ കഴുകിയെടുക്കാം കേട്ടോ. നന്നായിട്ട് നമ്മൾ ബസ്ല കഴുകണം. അതിൻ്റെ ഇലയുടെ എല്ലാ ഭാഗങ്ങളും പുറവും മേൽഭാഗവും ഒക്കെ നന്നായിട്ട് നോക്കി കഴുകിയെടുക്കണം. അതുപോലെ തന്നെ നന്നായിട്ട് അതിനകത്ത് കീടങ്ങളുള്ള എന്തെങ്കിലും ഇലകളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റണം. കാരണം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഈ ബസ്ല നമ്മൾ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മുടെ ബസ്സിലേക്ക് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലേ. കഴുകി കഴിഞ്ഞപ്പോൾ കാണാനൊരു സുന്ദരനായിട്ടുണ്ട് കുളി കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ ബസ്ലൈന് നമ്മൾ കുനുകുനാ നമ്മൾ അരിഞ്ഞെടുക്കണം. കാരണം അരിഞ്ഞെടുത്താലാണല്ലോ നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ചീരയൊക്കെ അരിയത്തില്ലേ, അതേപോലെ നമുക്ക് ഈ ഒരു ബസ്ല നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. നല്ല എളുപ്പമാണ്. തണ്ടോട് കൂടി തന്നെ നമുക്ക് അരിയാം. ഞാനിപ്പം രണ്ടും കൂടി ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ പച്ചയും അതുപോലെ നീലയും കൂടി ഒരുമിച്ചാണ് ഞാൻ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ കുനുകുന അരിയാം. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് അരിയുന്നത്? ഇതുപോലെ തന്നെയാണോ? ഞാൻ ഇത് ഒരു പലക വെച്ചിട്ട് ഇതിനകത്താണ് ഞാൻ അരിയുന്നത് കേട്ടോ. എനിക്ക് ഫിംഗർ ക്യാപ്പിട്ടൊന്നും അരിയാൻ അത്ര വശമില്ല. അപ്പം നമ്മൾ കുനുകുന വന്നിട്ട് നമ്മളുടെ ബസ്സിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ബസ്സിലേക്ക് ഇടാനുള്ള സാധനങ്ങളാണ്. ഇത് തോലെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, അതുപോലെ തന്നെ നമ്മളുടെ സവോള കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. ഈ മുട്ട അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കറിവേപ്പില, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ മുട്ട. ഈ മുട്ട എന്തിനാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബസ്സിൽ നമ്മൾ അരിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിലൊരു വഴുവഴുപ്പുണ്ടായിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും തന്നെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. മുട്ട ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് വന്നിട്ട് എല്ലാവരും മുട്ട ചീര എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുട്ട ഇടും. പക്ഷേ എനിക്ക് വന്നിട്ട് ആ വഴുവഴുപ്പ് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഈ മുട്ട ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ വഴുവഴുപ്പ് സൂപ്പറായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ടച്ചീര വെക്കുമ്പം നമ്മുടെ ചീര വെന്ത് കഴിഞ്ഞ് ഞാൻ ഈ മുട്ട പൊട്ടിച്ച് ഒന്ന് ചിക്കി കുറച്ചുകൂടി ഒന്ന് വേവിച്ച് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മുട്ട നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മുട്ടച്ചീര എന്നാണല്ലോ ഇതിൻ്റെ പേര്. അപ്പോൾ മുട്ട ഇതിൻ്റെ അകത്തൊരു മെയിൻ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. അതിലേക്ക് നമ്മുടെ ചീരയിലേക്ക് നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ സവോള നമ്മൾ കുഞ്ഞിതായിട്ട് അരിഞ്ഞ് വെച്ച സവോളയും ഒക്കെ നമ്മൾ ചേർക്കണം കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പൊടികളാണ് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ആദ്യം നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ, ആവശ്യത്തിന്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപ്പിടാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ ആവശ്യാനുസരണം അതും നമുക്ക് ചേർക്കാം കേട്ടോ.
അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എനിക്ക് കൈ കൊണ്ടാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിക്കുക, സ്റ്റൗ കത്തിക്കുക, സ്റ്റൗവിലേക്ക് ഒരു കടായി വെക്കുക. കടായി നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോക്കനട്ട് ഓയിൽ, നമ്മുടെ തെങ്ങിൽ നിന്ന് തന്നെ ഉള്ള കോക്കനട്ട് ഓയിലുണ്ട് നമുക്ക്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഇലക്കറികൾ വെക്കുന്ന സമയത്ത് ഞങ്ങൾ അരിയാണ് ഇട്ട് കൊടുക്കുന്നത് കടുകിന് പകരം. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ നാട്ടിലൊക്കെ അരിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അരി നന്നായിട്ട് പൊട്ടി ഈ പരുവമായിട്ടുണ്ട്. ഈ പരുവമാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ബസ്ല തേങ്ങയും എല്ലാം ഇട്ടിട്ട്, അപ്പം അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നമ്മൾ അരി പൊട്ടിച്ചതുണ്ടല്ലോ അതെല്ലാം കൂടെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മൾ ഇളക്കി എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് ഒന്നും കൂടെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഒരു അടപ്പ് വെച്ച് നമുക്ക് അടച്ച് വെക്കാം. ഇതൊന്ന് വെന്തോട്ടെ. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. നന്നായി അപ്പോൾ ഓക്കെ, നമ്മുടെ ഇലക്കറി വന്നിട്ട് കുറച്ച് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പരുവം ആകുമ്പോഴാണ്, ഏകദേശം വെന്ത് ഇനിയിപ്പോൾ നമുക്ക് വാങ്ങാനായി ഇത്, ഈ ഒരു പരുവം ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, നമ്മുടെ മുട്ട, ആ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കേണ്ടത് ഈ ഒരു സമയം ആകുമ്പോഴാണ് കേട്ടോ. അപ്പം ഞാൻ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട ചെല്ലുമ്പോഴേക്കും ആ വഴുവഴുപ്പൊക്കെ പോയിട്ടേ നമ്മൾ സാധാരണ ചീരയൊക്കെ തോരൻ വെക്കത്തില്ല, അതേപോലെ നല്ല ഇതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ഇളക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മുട്ട നന്നായിട്ട് ചിക്കി മുട്ടയും കൂടെ വെന്ത് കിട്ടുന്ന രീതി വരെ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പം നല്ല എല്ലാം മിക്സ് ചെയ്ത് മുട്ടയൊക്കെ ഏകദേശം വെന്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം വെന്തൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി നല്ല വെന്ത് നമ്മുടെ തോരൻ്റെ കൂടെ ചേർന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്യാം, കാരണം ഇത് വെന്തു. കാരണം ഓൾറെഡി നമ്മുടെ ചീര വെന്തതാണ്. അപ്പം നമുക്കിത് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മുട്ടച്ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഈ ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് കഴിക്കാനും നല്ലതാണ്. ഒരുപാട് പോഷകങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് വന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ കാരണം നമ്മൾ വെച്ചിട്ടേ ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിതൊന്ന് കഴിച്ച് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മുട്ടയും അതെല്ലാം കൂടെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ചീരയ്ക്ക് എന്താ പറയുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്കിതൊന്ന് അച്ഛന് കൊടുത്തു നോക്കാം. എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്, അപ്പോൾ അച്ഛനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അച്ഛനൊന്ന് അഭിപ്രായം പറയട്ടെ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പോൾ അച്ഛന്